ആറന്മുള ഭക്തിയുടെയും സാംസ്കാരികതയുടെയും ഗോപുരവാതിൽ. ആ വാതിൽ തുറന്നെത്തുന്നത് കാഴ്ചയുടെയും രുചിയുടെയും അനുഷ്ഠാനങ്ങളുടെയും മായാപ്രപഞ്ചത്തിലേക്ക് കൂടിയാണ്. ഇവിടുത്തെ ജീവശ്വാസത്തിനു പോലും വഞ്ചിപ്പാട്ടിന്റെ താളമാണ്. രുചിപ്പെരുമയിൽ ലോകത്തിലെ തന്നെ പുകഴ്പെറ്റ സദ്യയാണ് ആറന്മുള വള്ളസദ്യ. പങ്കെടുക്കുന്നവരുടെ എണ്ണത്തിൽ മാത്രമല്ല, വിളമ്പുന്ന കറികളുടെ ബാഹുല്യത്തിലും മറ്റെങ്ങും കാണാത്ത വൈവിധ്യം ഇവിടെയുണ്ട്. 2 ലക്ഷത്തോളം പേരാണ് വർഷാവർഷം തിരുവാർമുളയപ്പനെ കാണാനും ഈ സദ്യയുടെ രുചി അറിയാനും എത്തുന്നത്. കർക്കിടകം 15 മുതൽ കന്നി 15 വരെയാണ് അഭീഷ്ട സിദ്ധിക്കായി ഈ വഴിപാട് നടത്തുന്നത്. ആചാരങ്ങളുടെ അകമ്പടിയോടെയാണ് വള്ളസദ്യയുടെ ആരംഭം. ഏത് പള്ളിയോടത്തിനാണോ വഴിപാട് സമർപ്പിക്കുന്നത് ആ കരയിൽ നിന്ന് അനുവാദം വാങ്ങിയാണ് സദ്യ തയ്യാറാക്കുന്നത്. വള്ളസദ്യയുടെ തുടക്കം കുറിച്ചുകൊണ്ട് രാവിലെ 7 മണിക്ക് ഉത്തര ശ്രീബലിക്ക് ശേഷം കൊടിമരച്ചുവട്ടിൽ നിലവിളക്ക് കൊടുത്തി 2 പറയിടുന്നതോടുകൂടി വള്ളസദ്യയ്ക്ക് തുടക്കമായി. വഴിപാടുകാരൻ 2 പറ നിറയ്ക്കുന്നു. ഏതു ഭക്തനാണോ വഴിപാട് സമർപ്പിക്കുന്നത് ആ ഭക്തൻ അന്നേ ദിവസം ക്ഷേത്രത്തിലെത്തി കൊടിമരച്ചുവട്ടിൽ പറ സമർപ്പിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. 2 പറകളാണ് ഓരോ വഴിപാടുകാരനും നിറയ്ക്കുന്നത്. ഒരു പറ ഭഗവാനും മറ്റൊന്ന് പള്ളിയോടത്തിനും എന്നാണ് സങ്കല്പം. ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും മേൽശാന്തി പൂജിച്ചു നൽകുന്ന പൂമാലയും വെറ്റിലയും പുകയിലയുമായി അതത് പള്ളിയോട കടവിലെത്തി വഴിപാടുകാരൻ പള്ളിയോടത്തെ യാത്രയാക്കുന്നു. തിരുവാറന്മുളയിൽ 52 പള്ളിയോടങ്ങളാണ് നിലവിൽ ഉള്ളത്. 35 എ ബാച്ച് പള്ളിയോടങ്ങളും ഈ 17 ബി ബാച്ച് പള്ളിയോടങ്ങളുമാണ് നിലവിലുള്ളത്. അതിൽ എ ബാച്ചിലെ ഏറ്റവും വലിയ പള്ളിയോടമാണ് ഇടയാറന്മുള പള്ളിയോടം. 110 തുഴക്കാരോളം കയറുന്ന 18 അടി അമരപ്പൊക്കമുള്ള 48 കോൾ നീളവും 68 അങ്ങൂലം വീതിയുമുള്ള വലിയ എ ബാച്ച് വള്ളത്തിൽപ്പെടുന്നതാണ് ഇടയാറന്മുള പള്ളിയോടം. വാദ്യമേളങ്ങളോടുകൂടി ആറന്മുളയിലെത്തുന്ന ഏക പള്ളിയോടമാണ് ഇടയാറന്മുള. കരനാഥന്മാർക്ക് വെറ്റില, പുകയില എന്നിവ കൊടുത്ത് വഴിപാട് നടത്തുന്നയാൾ കരമാർഗം ക്ഷേത്രത്തിലെത്തണം. ആറന്മുളയുടെ തനിമയിലും താളത്തിലുമുള്ള വഞ്ചിപ്പാട്ടുകൾ പാടിയാണ് പള്ളിയോടങ്ങൾ പമ്പാ നദിയിലൂടെ തുഴഞ്ഞ് ആറന്മുള ക്ഷേത്രത്തിലെ വടക്കേ ഗോപുരനടയിലെ മധുക്കടവിലെത്തുന്നത്. പള്ളിയോടത്തിൽ കടവിലെത്തുന്ന കരക്കാരെ അഷ്ടമംഗല്യം, വിളക്ക്, താലപ്പൊലി, മുത്തുക്കുട തുടങ്ങിയവയുടെ അകമ്പടിയോടെ വെറ്റിലയും പുകയിലയും നൽകി വഴിപാടുകാർ സ്വീകരിക്കുന്നു. തുടർന്ന് വഞ്ചിപ്പാട്ടിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിന് പ്രദക്ഷിണം വച്ച് കൊടിമരച്ചുവട്ടിലേക്ക് ആനയിക്കും. കൊടിമരച്ചുവട്ടിലെത്തി വഞ്ചിപ്പാട്ട് പാടി പള്ളിയോടത്തിൽ കൊണ്ടുവന്ന മുത്തുക്കടയും ഒരു നയമ്പും നിറപറയ്ക്ക് മുന്നിൽ സമർപ്പിച്ച് വള്ളസദ്യ ഉണ്ണാൻ ഊട്ടുപുരയിലേക്ക്. 15 സദ്യാലയങ്ങളാണ് ഇപ്പോൾ ആറന്മുളയിൽ നിലവിലുള്ളത്. 10 എണ്ണം ക്ഷേത്രത്തിനകത്തും 4 എണ്ണം ക്ഷേത്രത്തിന് പുറത്തുമായിട്ടാണ് പള്ളിയോട സേവാ സംഘം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും 22 വിഭവങ്ങൾ പാടി ചോദിക്കുന്ന മുറയ്ക്ക് ഈ ഭക്തർക്ക് വഴിപാടുകാരൻ വിളമ്പി നൽകുകയും ചെയ്യുന്ന ചടങ്ങാണ് വള്ളസദ്യയിലെ ഏറ്റവും മർമ്മപ്രധാനമായ ചടങ്ങ്. ആദ്യം ഭക്തൻ ഇലയിൽ ചോറും കൂട്ടാനും വിളമ്പി ദക്ഷിണ വെച്ച് അതിന് ശേഷം വള്ളസദ്യ ആരംഭിക്കുന്നു.
വിഭവങ്ങളുടെ വൈവിധ്യം മാത്രമല്ല, ഓരോന്നിലും പിന്തുടർന്നു പോരുന്ന ആചാരങ്ങൾ ഇപ്പോഴും നിലനിർത്തി പോരുകയും ചെയ്യുന്നുണ്ട്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണെങ്കിലും സദ്യയ്ക്ക് വേണ്ട തൈരെത്തുന്നത് കോട്ടയം ജില്ലയിലെ ചേനപ്പാടിയിൽ നിന്നുമാണ്. വള്ളപ്പാട്ടിന്റെ താളത്തിൽ ചോദിക്കുന്ന ഏത് വിഭവവും ഇല്ല എന്ന് മറുപടി പറയാതെ ഉടനടി വിളമ്പണം. അതാണ് വള്ളസദ്യയുടെ ഭംഗിയും കീഴ്വഴക്കവും. 64 തരം കറികളാണ് ഇലയിട്ട് വിളമ്പുന്നത്. അച്ചാറിൽ നിന്നും തുടങ്ങുകയാണെങ്കിൽ കടുകുമാങ്ങയും ഉപ്പുമാങ്ങയും നാരങ്ങയും അമ്പഴങ്ങയും ഇഞ്ചിയും നെല്ലിക്കയും പുളിയിഞ്ചിയും. ഇലയറ്റത്ത് വിളമ്പുന്ന ഉപ്പേരികളിൽ കായ വറുത്തതും ശർക്കര വരട്ടിയും മാത്രമല്ല, ചക്ക വറുത്തതും ഉണ്ണിയപ്പവും ഉഴുന്നവടയും എള്ളുണ്ടയുമുണ്ട്. അട, ഉപ്പ്, ഉണ്ട ശർക്കര, കൽക്കണ്ടം, പഞ്ചസാര, മലർ, മുന്തിരിങ്ങ, കരിമ്പ്, തേൻ തുടങ്ങിയ എണ്ണിയാൽ തീരാത്തത്രയും വിഭവങ്ങൾ ഒറ്റയിലയിൽ ഭക്തർക്കു മുമ്പിൽ അണിനിരക്കും. അവിയലും ഓലനും പച്ച എരിശ്ശേരിയും വറുത്ത എരിശ്ശേരിയും മാമ്പഴ പച്ചടിയും കൂട്ടുകറിയും സദ്യയിലെ പ്രധാനികളായി ഇലയ്ക്ക് അലങ്കാരമാകുന്നു. കൂർക്കയും ചേനയും പയറും കോവയ്ക്കയുമാണ് മെഴുക്കുപുരട്ടികളായി വിളമ്പുന്നത്. ഇഞ്ചിത്തൈരും കിച്ചടിയും ചമ്മന്തിപ്പൊടിയും തകരത്തോരനും ചീരത്തോരനും ചക്കത്തോരനുമാണ് തൊടുകറികൾ. ഗണപതിക്ക് ഏറെ പ്രിയമായുള്ളൊരു ഏറെ ബലമേ. പുത്തരി ചോറിനൊപ്പം ചെറിയ പപ്പടവും വലിയ പപ്പടവും ലഭിക്കും. നെയ്യ്, പരിപ്പ്, സാമ്പാർ, കാളൻ, പുളിശ്ശേരി, പാളത്തൈര്, രസം, മോര് എന്നിവയാണ് ചോറിനൊപ്പം വിളമ്പുന്ന ഒഴിച്ചുകറികൾ. പായസങ്ങളിലുമുണ്ട് വൈവിധ്യം. അമ്പലപ്പുഴ പാൽപായസം, പാലട, കടലപ്പായസം, ശർക്കര പായസം, പഴം പായസം, അറുനാഴി പായസം. പായസത്തിനൊപ്പം കൂട്ടിക്കഴിക്കാൻ പൂവൻ പഴവുമുണ്ട്. സദ്യ കഴിയുന്നതോടെ വഴിപാട് സമർപ്പിച്ച ഭക്തൻ കൊടിമര ചുവട്ടിൽ വന്ന് ഭഗവാനെ നമസ്കരിക്കും. അവിടെ നിറച്ചു വച്ചിരിക്കുന്ന പറ മറിക്കുകയും ചെയ്യും. എല്ലാ ഭക്തജനങ്ങളും മൃഷ്ടാന്നമായ ഭക്ഷണത്തിന് ശേഷം തിരിച്ച് ആനക്കൊട്ടിലെത്തുകയും രാവിലെ ശ്രീബലിക്ക് നിറച്ച നെൽപ്പറ തളിച്ച് പള്ളിയോടത്തിൻ്റെ ദക്ഷിണയും മറ്റ് ദക്ഷിണകളും നൽകി പള്ളിയോടത്തെ കടവിൽ കൊണ്ട് യാത്രയാക്കുന്നതോടുകൂടി വള്ളസദ്യയുടെ പര്യസമാപ്തി ആകും. പള്ളിയോടക്കരക്കാർ ദക്ഷിണ സ്വീകരിച്ച് വഴിപാടുകാരനെ അനുഗ്രഹിച്ചു മടങ്ങും. വള്ളക്കാരെ യാത്രയാക്കിയതിനു ശേഷമാണ് വഴിപാട് സമർപ്പിച്ച വീട്ടുകാർ സദ്യ കഴിക്കുക. അതോടെ വള്ളസദ്യയുടെ ചടങ്ങുകൾ അവസാനിക്കുകയും ചെയ്യും.